ഇന്നത്തെ അറിയിപ്പുകൾ. പൊതുനിരത്തിലേക്ക് മീൻവെള്ളം ഒഴുക്കുന്ന വാഹനങ്ങൾ ഇനി നിരീക്ഷണത്തിൽ. നിയമലംഘനം കണ്ടെത്തിയാൽ ലൈസൻസ് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികളുമായി മോട്ടോർ വാഹന വകുപ്പ്. പൊതുനിരത്തിലേക്ക് മീൻവണ്ടികളിൽ നിന്ന് മലിനജലം ഒഴുക്കുന്ന പ്രവണതയ്ക്കെതിരെ ശക്തമായ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം നിയമലംഘനം നടത്തുന്ന ഡ്രൈവർമാരുടെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും പിഴ ചുമത്തുകയും ചെയ്യും. മീൻവെള്ളം റോഡിലേക്ക് ഒഴുകുന്നത് വാഹനങ്ങൾ തെന്നിമാറി അപകടങ്ങൾ ഉണ്ടാകാനും ദുർഗന്ധം മൂലം ആരോഗ്യ പരിസ്ഥിതി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും ഇടയാക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. മത്സ്യം കൊണ്ടുപോകുന്ന വാഹനങ്ങളിലെ മലിനജലം ടാങ്കുകളിൽ തന്നെ ശേഖരിച്ച് ശാസ്ത്രീയ സംസ്കരണ കേന്ദ്രങ്ങളിൽ മാത്രം ഒഴുക്കണമെന്ന് MVD നിർദ്ദേശിച്ചു. സുരക്ഷിതമായ യാത്രയും ശുചിത്വമുള്ള പൊതുനിരത്തുകളും എല്ലാവരുടെയും അവകാശവും ഉത്തരവാദിത്തമാണെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം. തിങ്കളാഴ്ച മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. ഇതിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് തിങ്കളാഴ്ച മുതൽ മഴ ശക്തമാകാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള പശ്ചിമ ബംഗാൾ, വടക്കൻ ഒഡീഷ തീരങ്ങൾക്ക് മുകളിലുമായാണ് പുതിയ ന്യൂനമർദ്ദം. അടുത്ത 2-3 ദിവസത്തിനുള്ളിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. തെക്കു പടിഞ്ഞാറൻ രാജസ്ഥാനും സമീപ പ്രദേശങ്ങൾക്കും മുകളിലായി രൂപപ്പെട്ട ന്യൂനമർദ്ദം അതേ മേഖലയിൽ തന്നെ തുടരുകയാണ്. ഇതിന്റെയെല്ലാം സ്വാധീന ഫലമായി തിങ്കളാഴ്ച മുതൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി തിങ്കളാഴ്ച എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ചൊവ്വാഴ്ച പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബുധനാഴ്ച തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കോളേജ് വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനുള്ള ലാപ്ടോപ്പ് ഉൾപ്പെടെ വാങ്ങാൻ ജൻസി ടെക് വായ്പയുമായി കേരള ബാങ്ക് 1 ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന പദ്ധതി 27-ന് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും. വിദ്യാർത്ഥികളുടെ ഡിജിറ്റൽ പഠനാവശ്യങ്ങൾ മുൻനിർത്തി ജൻസി ടെക് ലോൺ എന്ന പുതിയ വായ്പാ പദ്ധതി അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കേരള ബാങ്ക്. പഠനത്തിനാവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, മറ്റ് വിദ്യാഭ്യാസ ഗാഡ്ജറ്റുകൾ വാങ്ങുന്നതിനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. എന്നാൽ വായ്പ ഉപയോഗിച്ച് മൊബൈൽ ഫോൺ വാങ്ങാനാവില്ല. 30 മാസമാണ് വായ്പയുടെ തിരിച്ചടവ് കാലാവധി. പലിശ 6.99%, ഉയർന്ന വിദ്യാഭ്യാസം, ഓൺലൈൻ പഠനം, സാങ്കേതികവിദ്യ അധിഷ്ഠിത കോഴ്സുകൾ എന്നിവ പിന്തുടരുന്ന വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക പിന്തുണ ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. വിദ്യാർത്ഥികൾ രക്ഷിതാവുമായി ചേർന്നാണ് വായ്പയ്ക്ക് അപേക്ഷിക്കേണ്ടത്. രക്ഷിതാവിനെ കൂടാതെ ഒരു ബന്ധുവിന്റെ കൂടി ജാമ്യം വേണം. സിബിൽ സ്കോർ അടിസ്ഥാനമാക്കിയാണ് വായ്പ. ജൻസി ടെക് വായ്പ എടുക്കുന്നവർ കേരള ബാങ്കിൽ നിന്നും വിദ്യാഭ്യാസ വായ്പ എടുത്താൽ അവർക്ക് പലിശയിൽ 0.5% ഇളവ് നൽകുമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ക്യാൻസർ രോഗികൾക്കായുള്ള സൗജന്യ യാത്രാ പദ്ധതി അവസാനിപ്പിച്ചിട്ടില്ലെന്ന് KSRTC. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകൾ വാസ്തവ വിരുദ്ധമെന്നും അധികൃതർ അറിയിച്ചു. ക്യാൻസർ രോഗികൾക്കായി നടപ്പിലാക്കി വരുന്ന സൗജന്യ യാത്രാ പദ്ധതി അവസാനിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കി KSRTC. കാർഡ് വിതരണത്തിൽ തടസ്സമുണ്ടായത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നതിൽ താമസം വന്നതുകൊണ്ടാണ്. സാങ്കേതിക പ്രശ്നം പരിഹരിച്ചു. ഇതോടെ കാർഡ് വിതരണം പുനരാരംഭിക്കുകയും ചെയ്തു. നിലവിൽ നൽകിയിട്ടുള്ള കാർഡുകൾ ഉപയോഗിച്ചുള്ള സൗജന്യ യാത്ര തുടരുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു. പദ്ധതി നിർത്തലാക്കി എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമാണ്. സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ് പ്രചരിക്കുന്നതെന്നും ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം വിശ്വസിച്ചാൽ മതിയെന്നും KSRTC അധികൃതർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.